ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റൂം ഡെക്കറാണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ഇത് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല. ഓൺലൈൻ ക്ലാസ് അങ്ങനെ കുറച്ച് തിരക്കായി. ഒരു 1 മന്തായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ റൂം അത്രയ്ക്ക് വലുതൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം കുഞ്ഞു റൂമാണ്. എന്നാലും അതൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തു. ഒരു റീത്താണ് ഇത്, ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റീത്താണ്. അത് ഞാൻ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ അവിടെ അടുത്തുള്ള ഒരു ആൻറ്റീൻ്റെ അവിടെ പോയി പഠിച്ചതാണ്. ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബൊട്ടീക്കാണ്. അവിടെ നമ്മൾ 1000-2000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധ ഐറ്റംസ് എല്ലാം ഇങ്ങനത്തെ ബൊക്കെ, ബാസ്ക്കറ്റ്സ്, അങ്ങനെ റീത്ത്, ഫ്ലവർ മേക്കിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു 1000-2000 റേറ്റ്സ് ഉള്ളൂ. പിന്നെ ഇത് ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. കുറച്ച് നാളായിട്ടുള്ളത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. പപ്പ വാങ്ങിച്ചിട്ടുള്ളതാണ്, ഞാനാണെന്ന് തോന്നുന്നതാണ്. ഇത് എങ്ങനെയാ, കുറെ നാൾ നിൽക്കുമോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. പ്ലാന്റിന്റെ ഇത് ജസ്റ്റ് ഒരു ബക്കറ്റാണ്. റിലാക്സിന്റെ ഒരു പെയിന്റ് ബക്കറ്റാണ്. അത് ഞാൻ ഒരു ഹോസ്റ്റലിൽ പോണേക്കാൾ അവിടെ ഇരിക്കാനായിട്ടുള്ള ചെയറായിട്ട് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഇത് നമ്മുടെ സാധാ കയറാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡ്രസ്സിന്റെ ലേസോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ലേസോ അതേതെങ്കിലും ഒക്കെ എടുത്തിട്ട് നമുക്ക് ഇത് ഒന്നെങ്കിൽ ഫെവിക്കോൾ വെച്ചിട്ട്, ഫെവിക്കോൾ ഒട്ടില്ല, ഒന്നെങ്കിൽ കിപ്പിക്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, ഗ്ലൂ ഗൺ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇത് ഇവിടെ ഓരോ ഇങ്ങനെ ഫ്രെയിം വച്ചുകൊടുത്തു. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോൺസ് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഞാൻ പെയിന്റ് ചെയ്ത് വെച്ചേക്കുവാണ് ബ്രൗൺ കളറ്. അപ്പോൾ ആർക്കെങ്കിലും ഇരിക്കാം. വൈറ്റ് കാണുന്നില്ല, വെള്ളം ആർക്ക് വേണമെങ്കിൽ ഇരിക്കാൻ പറ്റും. പൊട്ടൊന്നുമില്ല, നമുക്ക് നോർമലി ഇരിക്കാവുന്നൊരു ചെയറാണ്. വിഷ് ലിസ്റ്റ് ആണ്. വിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ ചാക്കുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ചാക്കില് A4 ഷീറ്റ് വെച്ചിട്ട് ഞാൻ പ്ലേസ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് ഇവിടെ എന്തെങ്കിലും വിഷസോ അതോ എന്തെങ്കിലും എഴുതിയിടാം. അതിനു വേണ്ടി ഞാൻ ചെയ്തേക്കുന്നതാണ്. ചാക്ക് വെച്ച് ചെയ്തേക്കുന്നതാണ്. കെട്ടാം, ടൈ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. ഇത് ടോയ്ലറ്റ്. ഇത് പ്രത്യേകിച്ച് ഒന്നും കാണിച്ചു തരാനില്ല, എല്ലാവരുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് ആണ്. പിന്നെ ഇതൊരു പെൻക്വീൻ. നമ്മൾ എവിടുന്ന വാങ്ങിച്ചതാ? ബിഗ് ബസാറിനാന്ന് തോന്നുന്നു പെൻക്വീൻ വാങ്ങിച്ചത്. പണ്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ റൂംസിലും അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഞാൻ തന്നെ പെയിന്റ് ചെയ്തതാണ്. ഒരു 2 years ബാക്ക് പെയിന്റ് ചെയ്തതാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ അതായത് എൻ്റെ ഡ്രീംസ് ഓരോന്ന് എഴുതി വെക്കാൻ വേണ്ടി, അതായത് ഇനി ഫുൾഫിൽ ചെയ്യാനുള്ള ഡ്രീംസ് എഴുതി വെക്കാൻ വേണ്ടി ഞാൻ ചെയ്തേക്കുന്നതാണ്. പക്ഷെ ഞാൻ ഇതിലൊന്നും എഴുതിയിട്ടില്ല. അത് വൈറ്റ് പെൻ വെച്ച് എഴുതാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്നും എഴുതിയിട്ടില്ല ഇപ്പോൾ. പിന്നെ ഇവിടെ ഒരു ഡോഗ് ഉണ്ട്, ഒരു ടേർട്ടിൽ ഉണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ടേർട്ടിൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു. ടേർട്ടില്ല, ടോട്ടോയ്സ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു. അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മ അത് ഏതോ ഒരു ചേട്ടനെടുത്ത് കൊടുത്തു. ഞാൻ അറിയാതെ ആർക്കോ എടുത്ത് കൊടുത്തു. എനിക്ക് അപ്പാപ്പൻ ആ ടോട്ടോയ്സിനെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങിച്ചു തരാന്നല്ല, ഞങ്ങളുടെ അവിടെ കാട് വെട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ടോട്ടോയ്സ്, കുറച്ച് അധികം ടോട്ടോയ്സിന് കിട്ടും. അപ്പോൾ ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിനോട് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഈ ബുക്സ് എല്ലാം, ഇത് എൻ്റെ ബുക്സ് അല്ല. ഞാൻ ബുക്സ് വായിക്കാറില്ല. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അറിയാൻ പറ്റും ഞാൻ ഒരു റീഡർ അല്ല എന്നുള്ളത്.
പിന്നെ ചേതൻ ഭഗത്തിന്റെ ബുക്സ് എല്ലാം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആകെ 2 സ്റ്റേറ്റ്സും ഹാഫ് ഗേൾ ഫ്രണ്ടും ആണ് ഫിലിം കണ്ടിട്ടുള്ളത്. എനിക്ക് വായിക്കുന്നേക്കാൾ കൂടുതൽ ഇഷ്ടം വിഷ്വലൈസ് ചെയ്യാനാണ്. അതുകൊണ്ട് ഞാൻ 2 സ്റ്റേറ്റ്സും ഹാഫ് ഗേൾ ഫ്രണ്ടും വായിച്ചിട്ടില്ല, ഞാൻ ഫിലിം പോയി കാണുകയാണ് ചെയ്തത്. പിന്നെ ഈ മാസ്ക്, എനിക്ക് ഈ മാസ്കിനോടും കുറച്ച് ക്രേസ് ഉണ്ട്. ഇതിങ്ങനെ ടൈ ചെയ്യാവുന്ന മാസ്കുകളാണ്. അപ്പൊ ഇത് എവിടുന്ന വാങ്ങിച്ചത് എനിക്കറിയില്ല, ഊട്ടിയോ എവിടെ പോയപ്പോ വാങ്ങിച്ചാണ്, ലുലുവോ അങ്ങനെ എന്തോ. പിന്നെ വേറൊരു മാസ്ക് കൂടി ഉണ്ട്. ഇതും അങ്ങനെ കുറച്ച് ഫാന്റസി തോന്നുന്ന മാസ്കുകളാണ്. അപ്പൊ അതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അത് എവിടെ വിളിക്കാണ് എനിക്കറിയില്ല. പിന്നെ ഇത് ഹിംസ് ഓഫ് അക്കാഡമിയാണ്. അതായത് പാലക്കാട് ഒരു ഓർഗന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ഓർഗൻ വായിക്കാൻ പോയിരുന്നു. അതായത് 1 മന്ത് നമ്മൾ ഡിവോഷണൽ സോങ്സ് എല്ലാം അവർ പഠിപ്പിച്ചു തരും 1 മന്തിന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയപ്പോ അവര് ഗിഫ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എനിക്ക് ബാംഗിൾസിന്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. ബാംഗിൾസ് വളരെ കുറച്ച് കളക്ഷൻ ഉള്ളൂ. എനിക്ക് അധികം ബാംഗിൾസ് ഇഷ്ടമല്ല. ഞങ്ങള് ഇപ്പോ കോളേജിൽ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അതോ നമ്മള് മാരേജ് ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാംഗിൾസ് ഇടാറുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാച്ച് മാത്രമേ ഞാൻ ഇടാറുള്ളൂ. എനിക്ക് ബാംഗിൾസ് ഇടുന്ന അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് ജസ്റ്റ് ഒരു കളക്ഷൻ, ആകെ ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ബാംഗിൾസ്. പിന്നെ ഏറ്റവും കൂടുതലുള്ള നെയിൽ പോളിഷ് കളക്ഷൻ ആണ്. നിയർലി ഒരു 50 ഉണ്ടാവും തോന്നുന്നു. എനിക്ക് നിയർലി ഒരു 40-50 നെയിൽ പോളിഷുകൾ ഉണ്ടാവും. നെയിൽസ് എല്ലാം വളർത്തിയിരുന്നു പണ്ട്. പക്ഷെ കോളേജിലെല്ലാം പോയിട്ട് ഹോസ്റ്റലിലൊക്കെ നിന്നിരുന്നു. അപ്പൊ അവിടെ ഇവിടെയൊക്കെ തട്ടി, കോളേജിലൊക്കെ തട്ടി, പിള്ളേരൊക്കെ ഇങ്ങനെ ഒടിച്ച്, അങ്ങനെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ ഒടിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നെയിൽസ് അധികം ഉണ്ട്, വളരും. പക്ഷെ കുറച്ച് നാളെത്തുമ്പോ ഏതെങ്കിലും ഒരു നെയിൽസ് കട്ടായി പോകും. അപ്പൊ പിന്നെ ഞാൻ എല്ലാം വെട്ടിക്കളയും. അപ്പൊ അങ്ങനെ പണ്ട് തൊട്ടിട്ടുള്ള ഒരു കളക്ഷനാണ് നെയിൽ പോളിഷിന്റെ കളക്ഷൻ. പിന്നെ ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ പെർഫ്യൂമാണ്. ഇത് നല്ല പെർഫ്യൂം ആട്ടാ. ഇത് അമ്മയുടെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, മിനി ആന്റി ഗിഫ്റ്റ് ചെയ്തതാണ്. പിന്നെ അങ്ങനെ തന്നെ ഇതും റെഡ് വെൽവെറ്റ് ഷുഗറിന്റെ, അതായത് ഷിയ ബട്ടറിന്റെ ബാത്ത് ആൻഡ് ബോഡി വാഷിന്റെ ഷിയ ബട്ടറിന്റെ ലോഷനാണ്, ബോഡി ലോഷനാണ്. ഇത് നല്ലതാണ്. ഞാൻ റിയലി ഭയങ്കര സ്മെല്ലാട്ടോ. ജസ്റ്റ് തേക്കുമ്പോ തന്നെ ഭയങ്കര ലൈക്ക് നമ്മൾ ആ വഴി കൂടെ പോകുമ്പോ തന്നെ നമുക്ക് ആ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റും. അത് ഷിയ ബട്ടറിന്റെ. അതുപോലെ തന്നെ ഇതും ഇതേതാ പ്രോഡക്റ്റ് എനിക്കറിയില്ല. ഷിയ ബട്ടർ തന്നെയാണ്. ഷിയ ബട്ടർ പ്ലസ് കരിറ്റ്. ഇത് വിറ്റാമിൻ ഇ ആണ് കേട്ടോ. ഇതും സെയിം ലൈക്ക് ബോഡി വാഷിന്റെ തന്നെയാണ്. ഇത് രണ്ടും നല്ല പ്രൊഡക്ട്സ് ആണ്. വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. ആന്റി ഇങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഇവിടെ ഒരുപാട് മാലകളുണ്ട്, ചെയിൻസ് ഉണ്ട്. പിന്നെ കമ്മലുകളാണെങ്കിലും കുറച്ചധികം കമ്മലുകളുണ്ട്. ഇത് അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല. ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ലക്ഷുറ എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് അതിന് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. 2 പ്രൊഡക്റ്റ്. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ലക്ഷുറ എന്ന് പറഞ്ഞിട്ട്. സോ അതില് നല്ല കംപ്ലീറ്റ് അഫോർഡബിൾ ആണ്. അതായത് ഇത് രണ്ടിനും കൂടെ 149 സംതിങ് ഉള്ളു. ഓഫർ ഉണ്ട് ഇപ്പൊ. പിന്നെ ഈ കമ്മല്, ഇതെല്ലാം ഇതിന്റെ പ്രൊഡക്ട്സിന്റെ എല്ലാം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഇയറിങ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തെങ്കിലുള്ളത് നെയിൽസിന്റെ കളക്ഷനാണ്. ഞാൻ ഇപ്പൊ നെയിൽസ് ഇടാറില്ല. ഇത് പണ്ടേ കാണുന്ന പപ്പ ബാംഗ്ലൂരിൽ വന്നതാണ്. ഞാൻ ഇത് നല്ല ഭംഗി ആയതുകൊണ്ട് ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുള്ളൂ. എനിക്ക് ആർട്ടിഫിഷ്യൽ നെയിൽസ് ഞാൻ വെഡിങ് അങ്ങനെയൊക്കെ പോകുമ്പോൾ പണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ഭംഗിക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ആർട്ടിഫിഷ്യൽ നെയിലാണ്. ഇതെനിക്ക് തോന്നുന്നു അങ്കിള് ഖത്തറിന്നാന്ന് തോന്നുന്നു കൊണ്ടുവന്നത്. അമ്മയുടെ ബ്രദർ കൊണ്ടുവന്നതാണ്. ഇത് പ്ലെയിൻ നെയിൽസ് ആണ്. അതായത് നമ്മള് ഇത് എടുക്കാൻ ഭയങ്കര പാടാണ്. പ്ലെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന്റെ അതേ കളേഴ്സ് ആയിരിക്കും ഈ നെയിലിന് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും.
പ്ലെയിൻ ആയിരിക്കും, ഭയങ്കര പ്ലെയിൻ ആണ്. ഇതിന്റെ ഉള്ളില് ഇതിന് നമുക്ക് ലിക്വിഡ് ഉണ്ട് ഒട്ടിക്കാനായിട്ട്, പക്ഷെ അത് അറ്റാച്ച്ഡ് ആണ് ലിക്വിഡ്. പിന്നെ തന്നെ സെയിം വേറെ നെയിൽ കളക്ഷൻ ഉണ്ട്. ഇത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണ് തോന്നുന്നു. അധികം വെയിറ്റ് ഒന്നുമില്ല, 74-75 റുപ്പീസ് അത്രേ ഉള്ളൂ. ഇതും ഒരു ആർട്ടിഫിഷ്യൽ കളക്ഷൻ. പിന്നെ ഈ സൈക്കിൾ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്, ന്യൂസ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിന്റെ എന്നിട്ട് ഞാൻ ലേസ് എല്ലാം വെച്ചതാണ് ന്യൂസ് പേപ്പറിന്റെ അവിടെ. പിന്നെ ഇതില് ഞാൻ മറ്റേ നമ്മുടെ മേക്കപ്പിന്റെ കുറച്ച് ബ്രഷസും അങ്ങനെയൊക്കെ, അതായത് പെട്ടെന്ന് കാണില്ല, അപ്പൊ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചേക്കാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഫെദേഴ്സ് ആണ്. ഇത് പണ്ടെങ്ങാണ്ടോ ഞങ്ങള് അബുദാബി പോയപ്പോ ഡ്രസ്സിന്റെ, അതായത് ഹോളി കമ്മ്യൂണിന് ഡ്രസ്സിന്റെ മുകളിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ അന്ന് ഇട്ടിരുന്നു എന്ന് തോന്നുന്നു. അത് ചേച്ചിക്ക് അമ്മൂന് വേണ്ടി വാങ്ങിച്ചതാണ്, അന്ന് ഇട്ടിരുന്നു. പിന്നെ ഇത് ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചേക്കായിരുന്നു. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ഇത് യൂസ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു ഷെല്ലാണ്, അതായത് നമ്മള് ഈ ഹെയറിലൊക്കെ വെക്കുന്ന ഒരു എന്താ പറയാ, ക്രൗൺ പോലത്തെ ഒരു സംഭവമാണ്. അത് എന്റെ ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്, അക്ഷിത. അപ്പൊ ഞങ്ങൾക്കൊരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു കോളേജിൽ. അപ്പൊ അവൾ ഉണ്ടാക്കിയിട്ട് എന്റെ ഒരു ഡ്രസ്സ് ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു, അതായത് ഒരു മെർമെയ്ഡ് ആ ഒരു ടച്ച് ആയിരുന്നു. ഞങ്ങള് ഫിഷസിന്റെ ആയിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. അപ്പൊ എന്റെ തലയിൽ വയ്ക്കാൻ വേണ്ടി അവൾ ഉണ്ടാക്കിയതാണ് ഷെല്ല്. ഇത് ഷെല്ലല്ല കേട്ടോ, സീരിയസ്ലി ഇത് മാവ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, എന്തോ മാവ് വെച്ചിട്ടാണ്. പിന്നെ ഇതെല്ലാം വാങ്ങിച്ചു, ഇത് മാവാണ് വെച്ചിട്ട് ഉണ്ടാക്കിയത്. ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ പോട്ടല്ല, ഈ ബൊക്കെയാണ്. ഇത് നമ്മുടെ ഇതൊക്കെ കുറച്ച് ഇതൊക്കെ ആയിട്ടോ, ഇത് യൂസ് ചെയ്ത് കുറെ ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നമ്മുടെ വെഡിങ് ബൊക്കെയാണ്, ഇത് കണ്ടോ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ ഞാനവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ റീത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ റീത്ത് അവിടെ പഠിക്കാൻ പോയ സ്ഥലത്തിന്റെ സീൻ ഞാൻ ഈ ബൊക്കയും പഠിക്കാൻ പോയത്. ഫ്ലവേഴ്സ് എല്ലാം അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഇതെല്ലാം 50 പൈസയോ 1 രൂപയൊക്കെ ഉള്ളൂ ഒരു ഫ്ലവറിന്. അപ്പൊ നമുക്ക് തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിപ്പോ 3 വർഷം ആയതുകൊണ്ടാണ് ഇത്ര കുറച്ച് ഡള്ളായിട്ടുണ്ട്. 3 വർഷം ആയതുകൊണ്ടാണ് ഇത്ര ഡള്ള്, അല്ലെങ്കിൽ ഭയങ്കര ഫ്രഷ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് കവർ, ഞാൻ പ്ലാസ്റ്റിക് കവർ ഇട്ടിരുന്നില്ല, അതാണ് പ്രശ്നം. ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിരുന്നെങ്കിൽ പൊടി തട്ടാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ചിരിക്കാൻ പറ്റുമായിരുന്നു. ഇതാണ് കബോർഡ്സ് എല്ലാം. ഇത് ഇതിങ്ങനെ കബോർഡ്സ്. ഇവിടെ ഗ്ലാസ് ഉണ്ട്, നമുക്ക് മിറർ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് നോക്കാം. പിന്നെ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് വാം ലൈറ്റും നമ്മുടെ നോർമൽ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് വീട്ടിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തേക്കുന്നതാണ്. ഒന്നും ഞാൻ സ്പെഷ്യലായിട്ട് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇപ്പോൾ ഐറ്റംസ് ആണെങ്കിലും എല്ലാം ഇവിടെ പണ്ട് ഉണ്ടായിരുന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ ഇങ്ങനെ അതായത് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ലൈറ്റ്സ് ആണെങ്കിലും ഇവിടെ ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് ആണ്. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിലും ഇവിടെ പഴയ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചത്. പ്ലാന്റ്സ് ആണെങ്കിലും വീട്ടിലുള്ള പ്ലാന്റ്സ് തന്നെയാണ്, പുതിയതായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലെല്ലാം ഡെക്കറേറ്റ് ചെയ്യുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുക, കളർഫുൾ ആക്കി എടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.